കൊല്ലത്ത് കുടിവെള്ളം ശേഖരിക്കാൻ പോകുന്നതിനിടെ വള്ളം മറിഞ്ഞ് മരിച്ച പുത്തൻതുരുത്ത് സ്വദേശി സന്ധ്യ സബാസിന്റെ സംസ്കാരം ഇന്ന് വെള്ളം ശേഖരിക്കാൻ പോയതാട്ടോ. ഇത് കഷ്ടമാണ്. ഇപ്പോഴും നമ്മുടെ ഈ പറയുന്ന സ്ഥലത്തൊക്കെ ഇത്രത്തോളം നമ്മൾ ഉന്നത നേടി, ഇത്രത്തോളം നമ്മൾ വികാസം പ്രാപിച്ചു എന്നൊക്കെ പറയുമ്പോഴേക്കും വെള്ളം ശേഖരിക്കാൻ പോകുമ്പോഴൊക്കെ വെള്ളം മറിഞ്ഞ് മരിക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരവും സങ്കടകരവുമാണ്. രാവിലെ 11 മണിക്ക് മുക്കോട് ദേവാലയത്തിലാണ് സംസ്കാരം. 9 ദിവസം കഴിഞ്ഞിട്ടും കുടിവെള്ളം എത്താത്തതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലുമാണ്. അരുൺരാജ് ചേരുന്നു പുത്തൻതുരുത്തിൽ നിന്നും. അരുൺ, പുത്തൻതുരുത്തിലെ അത്ര കുടിവെള്ളമില്ലാതാവുന്ന സാഹചര്യം എങ്ങനെയാണ്? കുടിവെള്ളം തേടി വെള്ളം മറിഞ്ഞൊരു വീട്ടമ്മ മരിച്ചു പോകുന്നു എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം വേദനാജനകവും സങ്കടകരവുമാണ്. അരുൺ, അശ്മി, ഗുഡ് മോർണിംഗ്. 2025 നമ്മൾ നിൽക്കുന്നത്. അപ്പോഴും കുടിവെള്ളത്തിനായി ഈ തുരുത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം, 9 ദിവസമായി ഒരു തുരുത്തിൽ വെള്ളമെത്താത്ത സാഹചര്യം, അതൊക്കെ ചർച്ച ചെയ്യേണ്ട വസ്തുത തന്നെയാണ്. ഇന്നലെ രാവിലെയാണ് ഒരു വീട്ടിലേക്ക് വെള്ളം തേടാനായി അമ്മയും മകനും ഈ മത്സ്യബന്ധനത്തിന് ശേഷം സമീപത്തെ പ്ലാന്റിൽ നിന്ന് വെള്ളം ശേഖരിച്ച് മടങ്ങുന്നതിനിടയിൽ വള്ളം മറിയുകയും രീതിയും ചെയ്യുന്ന ദാരുണമായ സംഭവം ഉണ്ടായത്. ഇതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വലിയ തോതിൽ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ തുരുത്തിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ കാര്യമായ രീതിയിലുള്ള ഒരു ഇടപെടലും ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ സന്ധ്യ സെബാസ്റ്റിന്റെ വീട്ടിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അവരുടെ സംസ്കാര ചടങ്ങുകൾ 11 മണിക്കൂടെ മുക്കോട് ക്രിസ്ത്യൻ ദേവാലയത്തിൽ നടക്കും. എന്തായാലും വലിയ പ്രതിഷേധം നാട്ടുകാർക്കുണ്ട്. കാരണം ഇത്രയധികം ദിവസമായി ഈ തുരുത്തിലേക്ക് വെള്ളം എത്താത്തതിൽ, കാരണം ഇവിടുത്തെ ഓരോ സ്ത്രീകളും ഇത്തരത്തിൽ പുറത്തേക്ക് പോയാണ് വെള്ളം ശേഖരിക്കുക അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ഇതിൽ ഒരു കാര്യമായ ഇടപെടൽ ഒരു ഘട്ടത്തിലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും ഉയർന്ന പരാതി. ഈ കഴിഞ്ഞ ദിവസവും ഇവിടുത്തെ സ്ത്രീകളെല്ലാം തന്നെ, അത് ഇന്നടക്കം നമുക്ക് വരുന്ന കാഴ്ച കണ്ടതാണ്, വെള്ളം ശേഖരിക്കാൻ വള്ളത്തിൽ പോകും. 9 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴെന്നല്ല, ഞങ്ങൾക്ക് പൊതുവേ ഞങ്ങൾ ഈ കുടിവെള്ള ക്ഷാമം ഞങ്ങൾ നല്ല രീതിക്ക് അനുഭവിക്കുന്നില്ല. നമുക്ക് 1-2 ദിവസമാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാം. ഇതിപ്പോ നമ്മൾ 9 ദിവസമായി. ഈ 9 ദിവസം നമ്മൾ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും. അത്രയും ബുദ്ധിമുട്ട് വീട്ടിൽ വന്നതുകൊണ്ടാണ് ഭർത്താവ് ഫിഷിങ്ങിന് പോയ സമയത്ത് വെള്ളം കൊച്ചുവെള്ളത്തിന് അവളും മോനും കൂടി വല വെച്ചിട്ട് വന്നിട്ട് ഒട്ടും വെള്ളമില്ലാത്തതിന്റെ പുറത്താണ് ആ സമയത്ത്, അത്രയും വെള്ളവലുവിന്റെ സമയത്ത് നമ്മൾ പോയി. നമുക്കൊരു സഹകരണം ഉണ്ടായിരുന്നെങ്കിൽ, നമുക്ക് സംവിധാനം ഉണ്ടായിരുന്നു നമുക്ക് ഈ ഒരു. പക്ഷെ ഇനിയെങ്കിലും ഏതൊരു സർക്കാരിനാലും ആർക്കാലും ഒരു മനുഷ്യന് ജീവൻ പൊരിഞ്ഞതിന് ശേഷമാണ് ആർക്കാലും ഒരു കണ്ണുനിറപ്പ് വരുന്നത്. പക്ഷെ ഇനിയെങ്കിലും ഒരു മനുഷ്യന് ഈ ഒരു കുടിവെള്ളത്തിൽ ഒരു മനുഷ്യന് ജീവൻ പൊലിയാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവരുത്. നടപടികൾ സർക്കാർ ഇതിന് ചെയ്യണം. ഞങ്ങൾക്ക് തുരുത്തുകാർക്ക് ഇതിന് വെള്ളം കുടിക്ഷാമം ഒരു വലിയ ക്ഷാമമാണ്. നമുക്ക് ക്ഷാമാവും. ഒരു ഗ്ലാസ് വെള്ളം, ഈ കിഡ്നി വന്നിരിക്കുന്ന ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിന് എന്തെന്നാ പാട്, എനിക്ക് സഹിക്കാൻ വയ്യാവും. എനിക്ക് ഈ പ്രാവശ്യം വെള്ളമില്ലാഞ്ഞിട്ട് എനിക്ക് വെള്ളം എടുക്കാൻ പോകാൻ പോലും പറ്റിയില്ലതാണ്. ഞാൻ ഇങ്ങനെ വെള്ളം നയിക്കട്ടെ, എന്റെ മോൻ കൊണ്ടുവന്ന് ഇരുന്നൂടെ വെള്ളം വീതം തന്ന് ഞങ്ങളെല്ലാം കുടിച്ച്. ഇങ്ങനെയാണ് ഓരോ അമ്മമാരും അല്ലെങ്കിൽ ഇവിടുത്തെ ഓരോ തുരുത്തിലെ ഓരോ നിവാസികളും പറയുന്ന വാക്കുകൾ അത്രത്തോളം കണ്ണിലെ നമ്മൾ ഈർണ്ണയിക്കുന്നതാണ്. എന്തായാലും ഒരു ജീവൻ നഷ്ടപ്പെട്ടു. 40 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിൽ വള്ളമെടുക്കാൻ പോകുന്ന തുരുത്തിലെ 3ാമത്തെ വ്യക്തിയാണ് സന്ധ്യ മരണപ്പെടുന്നത്. അത് സ്വാഭാവികമായും തുരുത്തുകാരെ സംബന്ധിച്ച് എത്രത്തോളം വേദനയുണ്ട്. ശാസ്താംകോട്ട ജലവൈദ്യുത പദ്ധതിയുടെ പൈപ്പ് ലൈൻ തകരാറിലായതിനെ തുടർന്നാണ് ഈ കുടിവെള്ള പദ്ധതി ഇപ്പോൾ തകരാറിലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉടൻ പരിഹാരം ഉണ്ടാകുമെന്ന് വാട്ടർ അതോറിറ്റി പറയുകയും അത് എത്രത്തോളം നേരം അല്ലെങ്കിൽ എത്ര വേഗത്തിൽ നടപ്പാക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. എന്തായാലും 11 മണിക്കാണ് സന്ധ്യയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഓക്കെ അരുൺരാജ്, ഈ പറയുന്ന പോലെ വലിയ വേദനാജനകവും സങ്കടവുമാണെന്നോ ആലോചിച്ച് നോക്കണം. നമ്മൾ ഇത്രത്തോളം പുരോഗതി ഉണ്ടായി, നമ്മൾ വലിയ മെച്ചപ്പെട്ട കേരളമാണ്, മെച്ചപ്പെട്ട സംസ്ഥാനമാണ്, അല്ലെന്നല്ല. പക്ഷെ ആ ഒരു സംസ്ഥാനത്ത് കുടിവെള്ളം ശേഖരിക്കാൻ പോയ ഒരു വീട്ടമ്മ വള്ളം മറിഞ്ഞ് മരിച്ചു പോകുന്നു പറയുന്നത് എന്താ